സുഹൃത്തുക്കളെ, ഈസി ടിപ്സിലൂടെ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത് കൊതുകിനെ എങ്ങനെ നമ്മുടെ വീടിന്റെ അതിർത്തിക്കുള്ളിൽ കടത്താതിരിക്കാം എന്നതിനെ കുറിച്ചാണ്. മഴക്കാലം എത്തിയപ്പോൾ കൊതുകിന്റെ ശല്യം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊതുകിന്റെ ശല്യം കൂടുന്നതിനൊപ്പം തന്നെ രോഗങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആയുർവേദത്തിൽ കൊതുകിനെ തുരത്താനും കൊതുകിനെ വീടിന്റെ അതിർത്തി കടത്താതിരിക്കുവാനുമുള്ള കുറച്ച് മാർഗങ്ങളെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കൊതുക് കടിക്കാതിരിക്കാനായി കർപ്പൂരാതി തൈലം മേൽ തേക്കുകയാണെങ്കിൽ കൊതുക് നമ്മളെ കടിക്കില്ല. ഈ കർപ്പൂരാതി തൈലം എവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിച്ച് തല പുകയേണ്ട കാര്യമൊന്നുമില്ല. കർപ്പൂരം പൊടിച്ചതിലേക്ക് അല്പം തുളസി നീർ ചേർത്ത് കഴിഞ്ഞാൽ കർപ്പൂരാതി തൈലം റെഡിയായി. ഇത് പുരട്ടുകയാണെങ്കിൽ കൊതുക് നമ്മളെ തീരെ കടിക്കുകയില്ല. അതുപോലെ തന്നെ ആയുർവേദ കടകളിൽ നിന്നും മേടിക്കാൻ കിട്ടുന്ന അപരാജിത ധൂമചൂർണം പുകച്ചാൽ കൊതുക് വീടിനകത്ത് പ്രവേശിക്കുകയില്ല. ഈ അപരാജിത ധൂമചൂർണം പുകച്ചാൽ ആ പുക ഒരു വിധത്തിൽ നമുക്ക് ദോഷകരമായി ബാധിക്കില്ല എന്ന് മാത്രമല്ല, പനിയുള്ളവർക്കൊക്കെ ഇതിന്റെ പുക വളരെയധികം നല്ലതാണ്. അതുപോലെ നമ്മുടെ പറമ്പുകളിലുള്ള കൊതുകിനെ മാറ്റണമെങ്കിൽ നാം ഫോഗിങ് നടത്തുകയാണ് ചെയ്യാറ്. അതിന്റെ പുക പല അലർജികളും ഉള്ളവർക്കൊന്നും പിടിച്ചുകൊള്ളണമെന്നില്ല. എന്നാൽ സോപ്പും പൊടി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിലേക്ക് 50 മില്ലി വേപ്പെണ്ണ ചേർത്ത് നമ്മുടെ വീടിന് ചുറ്റും തെളിക്കുകയാണെങ്കിൽ ഈ പറമ്പിലുള്ള കൊതുകൊക്കെ പറമ്പിലേക്ക് കടക്കാതിരിക്കും. അതുപോലെ കരിനൊച്ചിയുടെ ഇലയും രാമതുളസിയും കാട്ടുതൃത്താവും ചേർത്ത് ഒരു പിടി പോലെ കെട്ടിയിട്ട് അത് വീടിന്റെ ജനലിന്റെ അവിടെയും കൊതുക് കടക്കാൻ സാധ്യതയുള്ളിടത്തൊക്കെ കെട്ടിവെക്കുകയാണെങ്കിൽ ഒരു വിധത്തിലും കൊതുക് പുറത്തു നിന്നും അകത്ത് കയറുകയില്ല.